ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അവിടെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ വിചാരിച്ചു മലമ്പുഴയ്ക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ കാറെടുത്ത് പോയി ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. രാവിലെയാണ് നമ്മൾ പോയത്. തൃശ്ശൂരുള്ള ഓലനിലാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മളിന്നിട്ട് മസാല ദോശയും ചായയൊക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. മലമ്പുഴയ്ക്ക് ഇവിടുന്ന് കുറച്ച് 2 മണിക്കൂറത്തെ ദൂരം ഉണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ച് കാറിൽ കയറിയിട്ട് പോവാം. നല്ല വെയിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ് കേട്ടോ. നല്ല മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം മഞ്ഞൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കുതിരാൻ ടണലിൻ്റെ ഉള്ളിലൂടെയും പോയി കേട്ടോ. ഇതാണ് ഈ കുതിരാൻ ടണൽ. ഇത് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ ടണൽ കഴിയാനായിട്ട്. ഈ ടണലിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ അങ്ങോട്ട് കിടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കാരണം പുറത്ത് നിറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഗൈസ്. കാരണം സമയം ഉച്ചയായി ഗൈസ്. ഒരു 1:30-2 മണി നേരമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ട്. മലമ്പുഴ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടു കുറേ ദൂരം ലോങ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒത്തിരി വെറുളി സ്വഭാവം കാട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടിൻ്റെ പോലത്തെ ഷേപ്പുള്ള പാത്രത്തിലാണ് കേട്ടോ ഒരു മന്തി വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും മന്തി കഴിച്ചു. പിന്നെ കുട്ടുവിനും അമ്മയ്ക്ക് ബിരിയാണി വേണം പറഞ്ഞിട്ട് അവർ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി മലമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് നിറച്ച് വെള്ളവും ഒക്കെ ആയിരുന്നു. നല്ല രീതിക്ക് തന്നെ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് പോകുക വെച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. ഇറങ്ങി നടക്കാനുള്ള മടിക്ക് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് സ്നേക്ക് പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിൽഡ്രൻസ് പാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അടച്ചു വെച്ചൊക്കെയായിരുന്നു. മഴയായത് കാരണം തോന്നുന്നു. അങ്ങനെ നമ്മൾ കാവ ഐലൻഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ടിനെ കാവ ഐലൻഡ് എന്നാണ് പറയുക. ഇവിടെ നല്ല കാമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഡാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാറ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. അത് ഒരു മഴക്കാലത്ത് തന്നെ പോകണം. അപ്പോൾ അവിടെ കോടമഞ്ഞ് പോലെ ഇങ്ങനെ മഞ്ഞൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതാ കാണുന്ന സ്ഥലത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങാനായിട്ട് പോകുന്നത്. അവിടെ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മലമ്പുഴ എത്തിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ പോയിട്ട് നോക്കാം. എന്ത് പറയാന്ന് കാവായിൽ ഗൈസ്. അപ്പോൾ ഇതിനെ കാവായിലെന്നും പറയും. നിറച്ചും കല്ലുമുള്ളാണ്. നടക്കാൻ നല്ല പാടാണ് കേട്ടോ. ഗൈസ് നല്ല മഴക്കാറുണ്ട്. മഴക്കാറ് നല്ല കോടയും നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ മല ഉണ്ട്. പക്ഷേ കോട കാരണം കാണാനില്ല. നമ്മളവിടെ ചെന്നതും മഴ പെയ്തു തുടങ്ങിട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. കുട പിടിക്കുമ്പോൾ കുട പറക്കായിരുന്നു കേട്ടോ. അധികം നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. കാരണം അപ്പോഴേക്ക് നല്ല മഴ പെയ്തു തുടങ്ങി. ഗൈസ് ഉടുക്കത്തെ കാറ്റ്. മഴ അങ്ങനെ ഇല്ല, പക്ഷെ മഴ നല്ല ചാറുന്നുണ്ട്. കുറച്ച് കാറ്റും നല്ല തണുപ്പും. വെള്ളം നല്ല രീതിക്ക് തന്നെ വീഴുന്നുണ്ട് കേട്ടോ പാറയുടെ മുകളിൽ നിന്ന്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ടത്. ഇവിടെ ഫുള്ള് ചപ്പിളി പൊളിയായി കിടക്കുകയാണ്. കൊല്ലിക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നിറച്ച് ചാണകം ഉണ്ട് ഗൈസ്. ഇവിടെ കണ്ടോ, നിറച്ചും ചാണകമാണ്. പുഴയിൽ പുഴ വെള്ളത്തിൽ കാല് മുക്കാം ഗൈസ്. നമ്മൾ പുഴ വെള്ളത്തിൽ കാല് മുക്കിയേ.
ഒടുക്കത്തെ കാറ്റ് മഴയും. ഈ കാറ്റത്ത് ചാണം ചവിട്ടാണ്ട് നടക്കുക എന്നുള്ളത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വണ്ടി കയറാനായിട്ട് പോവാണ് കേട്ടോ. കാറ്റൊക്കെ കാരണം മുടിയൊക്കെ കെട്ടിച്ചേക്കണോ. ഗായ്സ് അവർ മെല്ലെ കയറണേ ഉള്ളൂ. നമുക്ക് വണ്ടി കയറാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി. ഇനി വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്പോട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പാറകളിൽ നിന്ന് വീണ വെള്ളത്തിലൊക്കെ ആൾക്കാർ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പ്രിപ്പയർഡായി വന്നത് അതുകൊണ്ട് വെള്ളത്തിൽ കളിക്കാനായിട്ട് റെയിൻ കോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മളതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല വെള്ളത്തേക്ക്. നമുക്ക് ഇനി ചായ കുടിക്കാൻ പോകാം. നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്നുള്ളൊരു പാർട്ടാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുകളിലെ നിലയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞ് മുകളിലിരിക്കുമ്പോൾ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ചായയും സമൂസയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോണ വഴിയിലൊക്കെ നിറച്ച് ഇങ്ങനെ കാടും പടലാണ് കേട്ടോ. കുറച്ചൊന്ന് അങ്ങോട്ട് പോയപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ബ്രാഞ്ചസൊക്കെ ഉള്ള മരങ്ങൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും, കാണാൻ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മഴക്കാലത്താണ് വരേണ്ടത് ഗൈസ്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ആന ഇറങ്ങും പുലി ഇറങ്ങും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ പോയി ഫോട്ടോ എടുക്കുക എല്ലാവരും. ഞങ്ങൾ പറഞ്ഞെന്ന് കരുതി ആരും പോയി ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ സ്പോട്ടിലേക്ക് പോവാം. കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇങ്ങനെ മല പോലെ ഉള്ളിലേക്കൊരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീടുകളൊക്കെ ഉണ്ട് തോന്നുന്നു. അവിടെ ഒരു ഗൈസ് ഇവിടെ ഉണ്ട് ചാണകം നിറച്ചും. ഇതെന്തോ പശുക്കളുടെ ഏരിയ ആണ് തോന്നുന്നു കേട്ടോ. നിറച്ചും ചാണകമാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ മൊത്തം നോക്കാം. ഇല്ലില്ല, കുറുക്കുണ്ടായിരുന്നു അവിടെ. കുറുക്കനെ ഓടി, പക്ഷെ കിട്ടിയില്ല. ഇവിടെയൊക്കെ വെള്ളമാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഒരു 6 മണിയായപ്പോൾ തിരിച്ചു പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മലബാർ വൈറ്റ് ഹൗസിലാണ് പോയത്. അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. റോട്ടിക്ക് കൂട്ടിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ഇന്നത്തോടെ കൂടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.